അസ്സലാമലൈക്കും. ഞാനൊരു വഴുതനങ്ങ പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതാ വഴുതനങ്ങ. അതാ ഉപ്പ് ആവശ്യമുള്ളത് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് എല്ലാം കൂടി ആയിട്ട് പൊടിച്ചതാണ്. ഇത് ചെറിയൊരു സ്പൂണ്. കുറേച്ചായിട്ട് 2 ദിവസമായിട്ട് കുറേച്ചായിട്ട്. ഇത് തൈര്. ഇത് ഗരം മസാല. ഇത് നല്ല തേങ്ങാപ്പാൽ, നല്ല 1-ാം പാലാണ് കേട്ടോ. നല്ല കുറുങ്ങനുള്ള 1-ാം പാല്. കുറച്ച് വെള്ളം വെച്ചുകൊണ്ട് എടുത്തതാണ്. ഇത് കുരുമുളക്. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങയിൽ ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനി മുളക് പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂണ് മുളക് പൊടി. മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കുഴക്കണം. മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ വെച്ചിട്ട്, ഈ തൈരും പാലൊന്നും ഇപ്പോൾ അല്ല കേട്ടോ. ഇത് ഇനി 10 മിനിറ്റ് വെച്ചിട്ട് ഇതിനകത്ത് മസാല നല്ലോണം പിടിച്ചതിന് ശേഷം നല്ലോണം പൊരിച്ചെടുക്കണം. വെളിച്ചെണ്ണ പൊരിക്കും. വെളിച്ചെണ്ണയിലാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തതിന് ശേഷമാണ് ഈ പാലും തൈരും ഒക്കെ ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് തക്കാളി, ഉള്ളിയും വേണം കേട്ടോ. പറയാൻ വിട്ടുപോയതാണ്. തക്കാളി, ഉള്ളിയും വാട്ടിയതിന് ശേഷം ഈ മസാലയൊക്കെ ഇട്ട് തൈരും പാലും ഒഴിച്ചിട്ട് ഈ പൊരിച്ചത് അതിലേക്ക് ഇടല. ഞാൻ വീഡിയോ എടുക്കാം. കറിവേപ്പില, ചുവന്ന വറ്റൽമുളക്. തക്കാളി, ചെറിയ തക്കാളി, പകുതി വലിയുള്ളി, 2 പച്ചമുളക്. നല്ലപോലെ വേണം. വഴുതനത ഞാൻ പൊരിക്കാൻ അടുപ്പത്തിട്ട് വെളിച്ചെണ്ണ വെച്ച്, വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷമാണ് വഴുതന വെച്ച് നമ്മൾ വയലറ്റ് അല്ല കേട്ടോ, മറ്റേ പച്ചല്ല നീളത്തിലുള്ളത്, അതാണ്. ഇത് നല്ലോണം ഒന്ന് നെരിഞ്ഞ് ചെറുങ്ങനെ തീ വെച്ചിട്ട് നല്ലോണം നെരിഞ്ഞു കേട്ടോ. നെരിഞ്ഞതിന് ശേഷം പിന്നെ വായിക്കാം. തൈരും പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വഴുതനത് നല്ലോണം പൊരിച്ചിട്ട് വെച്ചത്. നല്ല തേങ്ങാപ്പാലും തൈരും
എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് കണ്ടിട്ട് നല്ല നല്ല അടിപൊളി ടേസ്റ്റ്. അതെല്ലാം മതി ചോറ് തിന്നാൻ, അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ തമ്പാലല്ലേ, അതിൻ്റെ ചുവന നല്ലതാണല്ലോ. ഇത് അതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാനോ ലഞ്ചിന് വെച്ച് കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ, ബ്രെഡിൻ്റെ കൂടെ